പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നു. നാളെ കർക്കിടക മാസം 11-ാം തീയതി, അതായത് 2025 ജൂലൈ മാസം 27-ാം തീയതി രവിവാരം ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:16, അസ്തമയം വൈകിട്ട് 6:46. നാളെ ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. ഞായറാഴ്ച വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. ശുഭകാര്യങ്ങൾ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം നല്ല ശക്തമായ മകം നക്ഷത്രമാകുന്നു. മകം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു. പക്ഷേ ഗണ്ടാന്ത നക്ഷത്രമാണ്. അശ്വതി മകം മൂലം ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഒരു ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കാറില്ല. അത് ഗണ്ടാന്ത നക്ഷത്രമാണ്. ഒരു കുട്ടി ജനിച്ചാൽ പോലും മകൻ നക്ഷത്രത്തിൽ ജനിച്ചാൽ, ആ ഗണ്ടാന്ത ഭാഗത്തിൽ ജനിച്ചാൽ, ഗണ്ടാന്ത പുഷ്കലേ ജാതോ പിതൃമാതൃ കുലാന്തക, അച്ഛൻ്റെയും അമ്മയുടെയും കുലത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ 15 നാഴിക പൂർണ്ണമായി എടുക്കണമെന്നില്ല. ആദ്യത്തെ 3:45 നാഴികയിൽ ജനിച്ചാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അപ്രകാരം തന്നെ ആയില്യം തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3:45 നാഴികയും മാതൃപിതൃ കുലത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ജീവതി ഭൂപാലോ, ആ കുട്ടി അവശതകളെ എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ അയാൾ രാജാവായി ജീവിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. നാളത്തെ നക്ഷത്രം അതിനാൽ നല്ല നക്ഷത്രമാണ്. നാളത്തെ തിഥിയും നല്ല തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പല ശുഭകാര്യങ്ങൾക്കും നാളത്തെ ദിനം സ്വീകരിക്കാവുന്നതാണ്. നാളെ ഞായറാഴ്ച കാലത്ത് 8:30 മുതൽ 10:30 വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി സമയം വിനിയോഗിക്കാം. നാളത്തെ പ്രാർത്ഥന, മകൻ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം കേതുവാകുന്നു, അശ്വതി മകം മൂലം. അതിനാൽ രാഹുകേതു സംബന്ധിച്ച പ്രാർത്ഥനകൾ ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രം വളരെയധികം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന മന്ത്രമാണ്. നാളെ ഞായറാഴ്ചയാണ്. ശിവക്ഷേത്ര ദർശനവും ചെയ്യാം. നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.